എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ അലീനെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പം ശരണ്യയുടെ ചേട്ടൻ ഗോപന് അതങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ എന്നത്തെയും പോലെ തന്നെ ദേഷ്യപ്പെടും. നിന്നോട് ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, ഞങ്ങൾക്കത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, ഞാൻ ശരണ്യയെ കാണാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത്, എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേക്കും ശരണ്യയുടെ അച്ഛൻ ഇറങ്ങി വരും. എന്നിട്ട് പറയുന്നുണ്ട്, എടാ നമ്മുടെ വീട്ടിലോട്ട് കയറി വന്ന ആൾക്കാരോട് മാന്യമായിട്ട് പെരുമാറണം എന്ന് പറയുമ്പം സമുദായ നേതാക്കൾ പറഞ്ഞത് എന്താണ് എന്ന് അച്ഛൻ കേട്ടതല്ലേ, ഇവിടെ അടുപ്പിക്കരുതെന്ന് അവർ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, കയറി കണ്ടിട്ട് പോട്ടെ, നീ വെറുതെ ബഹളം വെക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യപ്പെട്ട് ഗോപൻ അങ്ങ് പോയി കഴിയുമ്പം അലീന ശരണ്യയുടെ അച്ഛനോട് പറയുന്നുണ്ട്, ഞാൻ ശരണ്യയോടുള്ള അലിവ് കൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത്, വേറെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയുമ്പം കുഴപ്പമില്ല, അവൻ പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നോളും, പിണക്കമൊന്നും കാണിയില്ല, അവന് അകത്ത് കയറി ശരണ്യെ കണ്ടോ എന്ന് പറയും. അങ്ങനെ ശരണ്യെ കാണാനായിട്ട് അകത്തോട്ട് കയറി പോരുവാണ്. ഈ സമയം അകത്തിരുന്ന് ശരണ്യയ്ക്ക് ദോശയോ എന്തോ സാധനം മുറിച്ച് വായി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ശരണ്യയുടെ അമ്മ. അന്നേരം അലീനെ അങ്ങോട്ട് വന്നെ കാണുമ്പോഴത്തേക്കും ശരണ്യയ്ക്കൊരു ചമ്മല, അമ്മ ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറയുമ്പം ഇത് തീരാറായി, ഇനി നീ കയ്യിലാക്കണ്ട എന്ന് പറഞ്ഞാൽ വായി തന്നെ വെച്ച് കൊടുക്കുക. അന്നേരം അലീന കയറി വന്നിട്ട്, ആഹാ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയല്ലോ, മിടുക്കിയായല്ലോ മോള് എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്നു. അന്നേരം ശരണ്യയുടെ വായിലോട്ട് ഭക്ഷണം വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അലീന പറയും, എൻ്റെ വായിലോട്ട് ഒരു മുറി വെച്ചേരെ, അമ്മയുടെ മൂത്ത മോൻ്റെ പ്രായമല്ലേ എനിക്കുള്ളൂ എന്ന് പറയുമ്പം അലീനയുടെ വായിലേക്കും ഒരു മുറി കൊടുക്കും. അന്നേരം അത് കാണുന്ന ശരണ്യയ്ക്ക് ചിരി വരുവാണ്. അന്നേരം ഇങ്ങനെ മുഖം പൊത്തിപ്പിടിച്ച് ചിരിക്കുമ്പം ശരണ്യയുടെ ആ കൈ അങ്ങ് മാറ്റും അലീന. എന്നിട്ട്, നീ എന്തിനാ മുഖം പൊത്തിപ്പിടിച്ച് ചിരിക്കുന്നത്, ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെയുള്ള അധികാരവും അവകാശവും ഒക്കെ നിനക്കുണ്ട്, നിൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയാണ്, മിടുക്ക് കുട്ടിയായിട്ടോ എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്കും ഭയങ്കര സന്തോഷം. ഏതായാലും ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അമ്മ അങ്ങ് പോയി കഴിയുമ്പം അലീന പറയും, നീ ഇങ്ങനെ ഇവിടെ തന്നെ ഇരിക്കാതെ ഒന്ന് എഴുന്നേറ്റേ എന്ന് പറയും. അതുപോലെ ജനലൊക്കെ അടച്ചിട്ടേക്കുവാണേ, ആ ജനൽ തുറക്കാൻ ചെല്ലുവാണ് അലീന. അന്നേരം ശരണ്യ പറയും, വേണ്ട ചേച്ചി, ആ ജനലൊന്നും തുറക്കണ്ട, അത് തുറന്നിട്ടുണ്ടെങ്കിൽ അയൽപക്കത്തുള്ളവരൊക്കെ അവിടെ വന്ന് നിൽക്കും, എന്നെ നോക്കും, എന്നോട് സംസാരിക്കാൻ വരും എന്നൊക്കെ പറയുമ്പം അവരങ്ങനെ വന്ന് നോക്കും സംസാരിക്കുകയൊക്കെ ചെയ്തോട്ടെ, മോൾ അതിന് മറുപടി പറയണം, എന്തിനിങ്ങനെ പേടിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് ജനൽ തുറന്നിടുവാണ്. എന്നിട്ട് ചോദിക്കും, അവർ സംസാരിക്കുന്ന മോൾക്ക് ഇഷ്ടക്കേടാണോ എന്ന് ചോദിക്കുമ്പം എനിക്ക് ആകെ നാണക്കേടാകും എന്ന് പറയുവാണ് ശരണ്യ. അന്നേരം അലീന പറയുന്നുണ്ട്, മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരാളുടെ മുമ്പിലും തല കുനിച്ച് നിൽക്കാൻ പോകരുത്, മോളല്ല തെറ്റ് ചെയ്തത് എന്ന് പറയും. എന്നിട്ട് ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിവാ, നമുക്ക് പുറത്തു പോകാമെന്ന് പറയുവാണ്. അങ്ങനെ ശരണ്യ കുളിച്ച് ഡ്രസ്സൊക്കെ മാറാനായിട്ട് പോകുന്നു. ഈ സമയം വീട്ടിലെ ഇളയ അനിയനുണ്ടല്ലോ ഓമനക്കുട്ടൻ, അവൻ ക്രിക്കറ്റ് കളിക്കാൻ പോയതായിരുന്നു. അവൻ കയറി വരുമ്പോൾ അമ്മ ചോദിക്കും, ഇത്ര നേരം എവിടെയായിരുന്നുണ്ട്, പരീക്ഷയല്ലേ പഠിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം ആ ചേച്ചി പോയോ എന്ന് ചോദിക്കും. എന്നിട്ട് ഇല്ല അകത്തുണ്ട് എന്ന് പറയുമ്പം ഓമനക്കുട്ടനും അകത്തോട്ട് കയറി വരുവാണ്. ഈ സമയമാണ് അകത്തുനിന്ന് ശരണ്യയും അലീനയും കൂടെ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. എന്നിട്ട് അലീന ശരണ്യയുടെ അമ്മയോടും അച്ഛനോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്തേ എങ്ങനെയുണ്ട്, ഇവളിപ്പം മിടുക്കി കുട്ടിയായില്ലേ, സുന്ദരി ആയില്ലേ എന്നൊക്കെ ചോദിക്കും. അന്നേരം അവരിങ്ങനെ ഭയങ്കര ഇഷ്ടത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ ശരണ്യ ഇത്തിരി ഒന്ന് സന്തോഷത്തോടെ കാണുന്നേ, അതുകൊണ്ട് തന്നെ കണ്ണ് നിറച്ച് കാണുന്ന പോലെ അവരിങ്ങനെ നോക്കി നിൽക്കുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തോട്ടൊന്നും പോയിട്ട് വരാം, ഈ റോഡിൽ വരെ ഒന്ന് നടന്നിട്ട് വരാമെന്ന്. അന്നേരം ശരണ്യയുടെ അച്ഛൻ പറയും, വേണ്ട മോളെ അങ്ങോട്ടൊന്നും പോകണ്ട, ആൾക്കാർ ഇവളെ കാണുമ്പം പിറുപിറുത്തോണ്ട് ഓരോന്ന് പറയും, അവർ കളിയാക്കും എന്നൊക്കെ പറയുമ്പം അലീന ചോദിക്കും, അതെന്തിനാ അവർ കളിയാക്കുന്നത്, ഇവൾ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിക്കുമ്പം ഇവളുടെ ജീവിതം നശിച്ചു പോയില്ലേ, ഇവൾക്ക് ഇനി നല്ലൊരു ജീവിതം കിട്ടുമോ, നല്ലൊരു വിവാഹ ജീവിതം കിട്ടുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ശരണ്യയുടെ അച്ഛൻ. അന്നേരം അലീന ചോദിക്കും, അതെന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്, ഇവളുടെ ജീവിതം നശിച്ചു എന്ന് ആരാ പറഞ്ഞത്, വിവാഹം കഴിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ, അതോ വിവാഹം കഴിച്ച എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ, ഇല്ലല്ലോ, ഞാനൊരു അനാഥാലയത്തിലാണ് ജീവിച്ചത്, എനിക്ക് എൻ്റെ ജീവിതം എപ്പോഴും നല്ലതായിട്ട് തോന്നിയേക്കുന്നത്, അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് കഴിയുമ്പം ഒരാശ്വാസം ശരണ്യയുടെ അച്ഛന്. എന്നിട്ട് പറയും, ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങുവാണ്, ആരാണ് ഇവളെ നോക്കി ചിരിക്കുന്നത് കളിയാക്കുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ, അതിൻ്റെ മറുപടി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ശരണ്യയുടെ കയ്യെ പിടിച്ച് അലീന ഇറങ്ങാൻ തുടങ്ങുവാണ്. അന്നേരം അച്ഛൻ കൂടെ പോയിക്കോ എന്ന് പറഞ്ഞ് ശരണ്യയ്ക്ക് അനുവാദവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരുടെ ഇറങ്ങി പോരുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് അമ്മ ഓമനക്കുട്ടനോട് പറയുവാണ്, എടാ നീയും കൂടെ ചെല്ല്, 2 പെൺകുട്ടികൾ തന്നെയല്ലേ ഉള്ളൂ, അതുകൊണ്ട് നീ കൂടെ ചെല്ല് എന്ന് പറയും. അങ്ങനെ ഓമനക്കുട്ടനും അവരുടെ കൂടെ ചെല്ലുന്നു. അവർ കുറേ ദൂരം നടക്കും. അത് കഴിഞ്ഞ് അവിടെ ഒരു കായലുണ്ട്, ആ കായലിൻ്റെ പാലത്തിൽ കയറി നിന്ന് സംസാരിക്കും. എന്നിട്ട് ശരണ്യയുടെ കൂട്ടുകാരെ കുറിച്ചും ആ കായലിൽ കുളിക്കാൻ വരാറുണ്ടോ എന്നൊക്കെ ചോദിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചൊന്ന്
ഒന്ന് ഫ്രീ ആക്കുവാണ് ശരണ്യെ. അത് കഴിഞ്ഞ് അവർ നടക്കാൻ തുടങ്ങുമ്പം അവിടെ കവലയിൽ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ശരണ്യയ്ക്ക് ആകെ ബുദ്ധിമുട്ട്. നമുക്ക് അങ്ങോട്ട് പോകണ്ട, അവിടെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് എന്ന് പറയുമ്പം അലീന ചോദിക്കും, അതെന്താ അങ്ങനെ? അവർ നിന്നോട്ടെ, നീ അതിലൂടെ തല ഉയർത്തി പിടിച്ച് നടക്കണം, തല കുനിച്ചേക്കരുത്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കൈ പിടിച്ച് അതിലൂടെ അങ്ങ് നടന്നു പോവാണ്. അന്നേരം അവിടെ നിൽക്കുന്നവർ ചോദിക്കും, ഇത് അതിജീവിതയല്ലേ എന്ന്. അന്നേരം അലീന പറയും, നീ നിൻ്റെ പേര് പറ എന്ന് പറയും. അന്നേരം ശരണ്യ പറയും, എൻ്റെ പേര് ശരണ്യ എന്നാണ് എന്ന് പറയുമ്പോൾ, അതറിയാം, പക്ഷേ അതിജീവിത എന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം അലീന പറയുന്നുണ്ട്, അതിപ്പോൾ ചേട്ടൻ്റെ പെങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചാലും അങ്ങനെ തന്നെ വിളിക്കാൻ പറ്റുള്ളൂ, അതിജീവിത എന്ന് പറയുന്നത് കൊണ്ട് വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച് വന്നവൾ എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. വേറെ ഏത് ദുരന്തത്തിൽ നിന്ന് ആര് രക്ഷപ്പെട്ടു വന്നാലും നിങ്ങളെല്ലാവരും കൈ കൊടുക്കും. അതുപോലെ തന്നെയാണ് ഇവളുടെ ജീവിതത്തിലും നടന്നത്. അപ്പോൾ നിങ്ങൾ കൈ കൊടുത്തില്ലെങ്കിലും അവളെ തള്ളി താഴെയിടരുത്, എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, കൂടെ നിന്നില്ലെങ്കിലും ചതിക്കരുത് എന്ന് പറയുവാണ്. എന്നിട്ട് അലീന ശരണ്യയുടെ കൈയും പിടിച്ചങ്ങ് നടന്നു പോകും. എന്തെങ്കിലും ശരണ്യയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്നവർ, അങ്ങനെ മോള് പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയില്ലേ എന്ന് ചോദിക്കുക. അന്നേരം അച്ഛനാകപ്പാടെ നാണക്കേട് പോലെയൊക്കെയാണ്. അതെ, ആ പെണ്ണ് വന്ന് കൂട്ടിക്കൊണ്ട് വന്നതാ എന്ന് പറയുമ്പോൾ അവരുടെ കൂടെ ഒരു പ്രായമായ മനുഷ്യനുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്, ഇറങ്ങി നടക്കട്ടേന്നേ, അവൾ ചെറുപ്രായമല്ലേ, അവൾക്ക് ഇനിയും ജീവിതം മുന്നോട്ട് കിടക്കുവാണ് എന്ന് പറയുക. അത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സമാധാനം, ഒത്തിരി സന്തോഷത്തോടെ ശരണ്യയും അലീനയും അവർ മൂന്നുപേരോട് ഇങ്ങനെ നടന്നു പോകുന്നു നോക്കി നിൽക്കുന്നുണ്ട് ശരണ്യയുടെ അച്ഛൻ. അവർ കുറേ ദൂരം അങ്ങ് നടന്ന് ചെന്ന് കഴിയുമ്പം അവിടെ ഒരു അമ്പലം കാണും. അന്നേരം ഈ അമ്പലത്തിൽ മോള് പോകാറുണ്ടായിരുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും. എങ്കിൽ നമുക്ക് കയറി തൊഴുതിട്ട് വരാം എന്ന് പറയുമ്പം അനിയൻ പറയും, അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് തിരിച്ചു പോകാം എന്ന് പറയുമ്പം അലീന ചോദിക്കും, എന്തിനാ പെട്ടെന്ന് തിരിച്ചു പോയിട്ട് ഇവളെ ആ മുറി കയറ്റിയിട്ട് പൂട്ടാനാണോ? അതിൻ്റെ ആവശ്യമില്ല, അവൾ കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ അടിക്കട്ടെ, അവളുടെ ആ മനസ്സൊന്ന് നേരെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ അമ്പലത്തിൽ കയറി തൊഴുത് പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങുവാണ്. അന്നേരം അലീനയോട് ശരണ്യ ചോദിക്കുന്നുണ്ട്, ചേച്ചി ക്രിസ്ത്യൻ അല്ലേ, അമ്പലത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, നമ്മളെല്ലാം വിളിക്കുന്ന വാക്കുകളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, എല്ലാ ശക്തിയും ഒന്നാണ് എന്ന് പറയുവാണ്. അന്നേരം ചന്ദനം എടുത്ത് അലീനയുടെ നെറ്റിയിലും തൊട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ രണ്ടുപേരൂടെ അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങി വരുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അത് കഴിഞ്ഞാണ് നമ്മുടെ കഥയിലെ ടേണിംഗ് പോയിൻ്റായ ആ കാര്യം നടക്കുന്നത്. അവർ രണ്ടുപേരും കൂടി അമ്പലത്തിൻ്റെ ആൽത്തറയിൽ ഇരുന്ന് സംസാരിക്കുക. അന്നേരം ശരണ്യ അലീനയോട് പറയുവാണ്, ചേച്ചി ജോലി ചെയ്യുന്ന വീട്ടിലെ ആ പയ്യനില്ലേ രോഹിത്ത്, അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും അലീനയ്ക്ക് ഭയങ്കര ഒരു ആശ്വാസമാവുകയാണ്. എന്നിട്ട് വീട്ടിൽ വന്നതിന് ശേഷം അലീന ഈ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രനോട് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിൻ്റെ ഈ ഒരു വാക്ക് മതി, ഈ ഒരു ഒറ്റ വാക്കിൽ വിശ്വസിച്ച് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, ഇവിടെ പോലീസും നിയമവും ഒക്കെ ഉണ്ട്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് പോകുന്ന ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. ഇത്തിരി ടെൻഷനോടെ അച്ഛൻ ഞാൻ പറയുന്ന കേൾക്ക് എന്നൊക്കെ പറയുന്ന അലീനയും കാണിക്കുന്നുണ്ട്. ഏതായാലും കഥ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. നോവലിൽ അലീന SP കാണാൻ പോകുന്നതും അവിടെ നിന്ന് രോഹിത്തിൻ്റെ മൊഴി, രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ശരണ്യയെ ഉപദ്രവിച്ചിട്ടില്ല എന്നതാണ് എന്നറിയുന്നതും പിന്നെ ശരണ്യയെ കൊണ്ട് അതൊന്ന് പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെയാണ്. പക്ഷേ ഇവിടെ ശരണ്യ സ്വന്തം ഇഷ്ടപ്രകാരം മനസ്സ് തുറന്ന് പറയുന്നുണ്ട് ഇതാണ് സംഭവിച്ചതെന്ന്. ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്.